തിരുവനന്തപുരത്തിന്റെ സകല സൗന്ദര്യങ്ങളും സമ്മേളിക്കുന്ന ഇടമാണ് പൂവാർ. പ്രകൃതി സൗന്ദര്യം കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഭൂമിക. പക്ഷേ ആ കാഴ്ച സൗന്ദര്യം കൊണ്ട് പൂവാറിനെ സമ്പന്നമാക്കിയ ഭൂതകാലം ഇന്നില്ല. കണ്ടൽക്കാടുകൾ ഇല്ലാതാകുന്നത് മുതൽ ഭൂമി കയ്യേറ്റം വരെ പൂവാറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂവാർ എന്ന കാഴ്ചയിലൂടെ അവിടുത്തെ മനുഷ്യരുടെ ദുരിത ജീവിതത്തിലൂടെ റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര നടത്തുന്നു. അഗസ്ത്യമലനിരകളുടെ വാലറ്റം തൊടുന്നത് പൂവാറിലാണ്. പൂവാറിന്റെ ഭൂമിശാസ്ത്രം സഞ്ചാരികളെ ആകർഷിക്കുക മാത്രമല്ല, ഒരു വലിയ ജൈവ പ്രകൃതിയെ സംരക്ഷിക്കുക കൂടിയാണ്. കടലും കായലും കാടും ചേർന്ന മണ്ണിനെ അത്ര കണ്ട് സംരക്ഷിക്കുന്നതാര്? ഇവിടുത്തെ ജനതയും കണ്ടൽ കാടുകളും. പൂവാർ കാഴ്ചയുടെ ഉന്മാദമാണ് വിനോദസഞ്ചാരികളെ പൂവാറിലേക്ക് അടുപ്പിച്ചത്. വേനലും മഴയും അങ്ങനെ ഋതുക്കൾ ഏതു മാറി വന്നാലും പൂവാർ ആകർഷണമായി തുടർന്നു. കണ്ടൽക്കാടുകൾ തിങ്ങി നിൽക്കുന്ന കായലിന്റെ കൈവഴികൾക്കിടയിലൂടെ യാത്രയിൽ ഓളപ്പരപ്പിലെ അത്ഭുതങ്ങൾ. മണ്ണും മരങ്ങളും കാഴ്ച. പൂവാറിലെത്തുമ്പോൾ സൂര്യനും വശ്യമായ ആകർഷണമാകും. എണ്ണിയാലൊടുങ്ങാത്ത പക്ഷികൾ, കണ്ണുപോലും കൗതുകമാകുന്ന മീനുകൾ. ആ കാഴ്ചയ്ക്ക് പകരം വയ്ക്കാൻ മറ്റെന്തെന്ന് സ്വാഭാവികമായും ഇവിടെ എത്തുന്ന മനുഷ്യർ ചിന്തിക്കില്ലേ? ഈ കാഴ്ചകൾക്ക് പുറമെ പ്രകൃതി പൂവാറിന് നൽകിയ മറ്റൊരു നിധിയുണ്ട്. അതാണ് പൊഴിക്കര. ഒരു പ്രണയ കഥ പോലെ പൊഴിക്കരയെ ചിന്തിച്ചാൽ പരസ്പരം ഒന്നിക്കാൻ അത്രമേൽ ആഗ്രഹിച്ച കടലും കായലും. പക്ഷേ പ്രകൃതി എന്ന സത്യം അവയെ മുറിക്കുന്നു. വിരഹത്തിന്റെ കൊടുംദുഃഖത്തിൽ പ്രകൃതി നൽകിയ സൗന്ദര്യമായി അങ്ങനെ പൊഴിക്കര. പൂവാറിലെ മനുഷ്യർ എങ്ങനെ ഉയരുപോറ്റി? കായലും കടലും പല രീതിയിൽ അന്നം നൽകി. പക്ഷേ പച്ച പിടിച്ചത് ടൂറിസം ഒന്നുകൊണ്ടാണ്. എന്നാൽ പുതിയ കാലത്ത് പള്ളക്കടിക്കുന്നത് പല രീതിയിലാണ്. ഇവിടെ കൊണ്ട് തന്നെ ഞങ്ങൾ ചോറ് കഴിക്കുന്നത്, ഇവിടുത്തെ ജീവിതം കൊണ്ട് തന്നെ. അല്ല, ഞങ്ങൾക്ക് പുറത്തൊരു ജോലി ചെയ്യാനുള്ള ജോലിയും ഇല്ല, അങ്ങനെ ചെയ്യാൻ കഴിയും. ആ ടൂറിസ്റ്റ് മേഖല ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബീച്ച് കച്ചവടത്തിന് വന്ന് കിടക്കുന്നത്. അല്ല, നമുക്ക് ഇതൊക്കെ കൊണ്ട് തന്നെ മാർക്കം ജീവിതം കഴിയണത്. അതിഥികൾ കാഴ്ചകൾ കണ്ട് ആർത്തുല്ലസിക്കുമ്പോൾ അവരെ ഇരുകൈയും നീട്ടി സൽക്കരിക്കുന്ന മനുഷ്യർ ആശങ്കപ്പെടുന്നു. ഞങ്ങളിടുന്ന വേസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോകും. അവർ തണ്ണിയിൽ തന്നെ ഇടും, അവർ ഈ വെള്ളത്തിൽ തന്നെ ഇടും. എല്ലാം വേസ്റ്റിനെയും ശരി, വെള്ളവും ശരി. ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ചൊറിച്ചിലായിട്ട് വന്ന് പിന്നെ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി ഇവിടെ ഭയങ്കര വേസ്റ്റാണ് നമ്മൾ കുളിക്കുന്ന കടവ്. കായലാണ് വേസ്റ്റ്. വെള്ളം റിസോർട്ടിലുള്ള വെള്ളങ്ങളും ആ വെള്ളങ്ങളെല്ലാം ഇവിടെ എല്ലാ വീട്ടിലത്തെ വെള്ളങ്ങളും വേസ്റ്റുകളെല്ലാം ആറ്റിലാണ് ഇറങ്ങുന്നത്. ഈ പൊതുജലാശയങ്ങളായിരുന്നു പൂവാറിലെ മനുഷ്യരുടെ ആശ്രയം. അവയ്ക്ക് വരുന്ന ഓരോ മാറ്റവും ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെയും ബാധിക്കും. ശുദ്ധജല തടാകം മാലിന്യ നിക്ഷേപം കൊണ്ട് അശുദ്ധജല തടാകമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കണ്ടൽക്കാടിൽ ഇതിനും ചുറ്റിക്കിടക്കുന്ന ആറലും കംപ്ലീറ്റ് മലിനജലമാണ്. അതായത് ഇവിടുത്തെ പൂവാർ മേഖലയിലുള്ള മുഴുവൻ വേസ്റ്റുകളും വന്നവസാനിക്കുന്നത് ഇവിടെയാണ്. നെയ്യാറിന്റെ കൈവഴികളിൽ നിക്ഷേപിക്കുന്ന മാലിന്യമാണ് പ്രധാന പ്രശ്നം. മാലിന്യമൊഴുകി തടാകത്തിലെത്തുന്നു. അതിന്റെ വഴി അന്വേഷിച്ച് ചെന്നാൽ കായലിന് ചുറ്റുമുള്ള അശാസ്ത്രീയ നിർമ്മാണങ്ങളിൽ വരെ എത്തും. AVM കനാൽ ഉൾപ്പെടെ കായലിന് ചുറ്റും ഭൂമി കയ്യേറി നിരവധി നിയമലംഘനങ്ങൾ. അധികാരികൾക്കൊരു പരാതി കൊടുക്കുകയോ
മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെന്ന് പോലും തിരിഞ്ഞു നോക്കാൻ പഞ്ചായത്തായിരുന്നാലും ശരി വില്ലേജ് ആയിരുന്നാലും ശരി ഒരു നടപടിയും എടുക്കാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല. വെള്ളത്താൽ പുതച്ചു നിൽക്കുന്ന സുന്ദരിയായ ഭൂമി, ആ ഭൂമിയെ തൊട്ടും തലോടിയും തഴച്ചു വളർന്ന നയനമനോഹരമായ നാടും കാടും നോക്കി നിൽക്കെ ഇങ്ങനെ കൺമറയുന്ന കാഴ്ച കണ്ട് ദേശമിങ്ങനെ വിതുമ്പുന്നു. ഇതിൽ ആളുകൾ കുടിക്കുന്ന വെള്ളം ഉണ്ടാവും, ജനങ്ങൾക്ക് വരെ വളരെ ദോഷവും. പിന്നെ ഇവിടെ കുളിക്കുന്നു നൂറുകണക്കിന് ആളുകൾ ഈ വെള്ളത്തിൽ കുളിക്കുകയാണ്. അവരൊക്കെ ഇന്ന് നെയ്യാറ്റിൻകരയിൽ ആശുപത്രിയിൽ സ്കിൻ ഡോക്ടർമാരെ കാണേണ്ട ഒരു സാഹചര്യമാണ്. ഇതിനെല്ലാം അപ്പുറം മറ്റൊന്നു കൂടിയുണ്ട്. പൂവാർ എന്ന ദേശത്തിന്റെ അഴകിനെ നിർണയിച്ച കണ്ടൽ കാടുകൾ. ലാഭക്കൊതി കൊണ്ട് കയ്യേറ്റം തുടർക്കഥയായപ്പോൾ പതുക്കെ പതുക്കെ കണ്ടൽക്കാടുകൾക്കും രക്ഷയില്ലാതെയായി. അനന്തപുരിയുടെ പ്രധാന ടൂറിസ്റ്റ് ഹബ്ബായി പൂവാർ മാറിയത് ഈ പ്രത്യേകതകളിലാണ്. അന്നവും ജീവിത വഴിയുമായ ഒരു ഭൂപ്രകൃതിയെ മരിക്കാൻ വിട്ടുകൊടുക്കാതെ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് പൂവാറിലെ മനുഷ്യർ. വെള്ളത്തിനുമേൽ പൂവ് പരന്നു കിടക്കുന്ന പ്രദേശത്തിന് രാജാവ് നൽകിയ പേര് പൂവാർ. മാനം മുട്ടെ ഭംഗിയുള്ള ആ നാടിന് പേര് ഒട്ടും അതിശയോക്തിയല്ല. ആ പ്രദേശത്തെ അഭയകേന്ദ്രമായും ആശ്വാസമായും പ്രാപിച്ചവരുമേറെ. പക്ഷേ ഇനിയും ഈ നാടിനെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് അട്ടഹാസ ചിരിമുഴക്കാനാകുമോ? ക്യാമറാമാൻ അഭിലാഷ് തൊഴുവങ്കോടിനും സതീഷിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം.